കളമശ്ശേരി നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ 43-ാം വാർഡിൽ രാഷ്ട്രീയ വിവാദം പുകയുന്നു. UDF സ്ഥാനാർത്ഥിയുടെ സത്യപ്രതിജ്ഞ തടയണമെന്ന ആവശ്യവുമായി എതിർ സ്ഥാനാർത്ഥി രംഗത്തെത്തിയതോടെ നഗരസഭാ ഭരണം വീണ്ടും ചർച്ചയാവുകയാണ്. വിജയിച്ച UDF സ്ഥാനാർത്ഥി KA റിയാസിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുത് എന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച KV പ്രസാദിന്റെ പ്രധാന ആവശ്യം. ഇത് സംബന്ധിച്ച് അദ്ദേഹം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകി. റിയാസിനെ അയോഗ്യനാക്കണമെന്നും ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്ന് പ്രസാദ് ആരോപിക്കുന്നു. വിജയഘോഷത്തിനിടെ നടന്ന ചില അസാധാരണ സംഭവങ്ങളാണ് പരാതിക്ക് ആധാരം. മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ വെച്ച റിയാസ് തന്റെ ഔദ്യോഗിക ചിഹ്നമായ ടെലിവിഷന് മുകളിൽ കാൽ കഴുകി എന്നാണ് ആരോപണം. കൂടാതെ UDF അനുനായികൾ TV അടിച്ചു തകർക്കുകയും ചെയ്തതായി പ്രസാദ് പറയുന്നു. എതിർ സ്ഥാനാർത്ഥിയെയും അദ്ദേഹത്തിന്റെ ചിഹ്നത്തെയും ഇത്തരത്തിൽ അപമാനിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതൊരു സാധാരണ രാഷ്ട്രീയ പ്രതിഷേധമല്ലെന്നും മനഃപൂർവ്വം തന്നെ അവഹേളിക്കാൻ നടത്തിയ നീക്കമാണെന്നും പ്രസാദ് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തനിക്ക് നേരെ നടന്നത് വലിയ ക്രൂരതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെയും കുടുംബത്തെയും അപമാനിക്കാനാണ് UDF പ്രവർത്തകർ ശ്രമിച്ചത്. TV അടിച്ചു തകർക്കുന്നതിന്റെയും കാൽ കഴുകുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ തനിക്കും കുടുംബത്തിനും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് KV പ്രസാദ് സങ്കടത്തോടെ പറഞ്ഞു. മാനസികമായി വലിയ തകർച്ചയാണ് താൻ നേരിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിയാസിന്റെയും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും ഈ പ്രവൃത്തി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം മാത്രമല്ല, സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സ്ഥാനാർത്ഥികളെ ജാതീയമായോ വ്യക്തിപരമായോ അധിക്ഷേപിക്കുന്നത് കുറ്റകരമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കർശന നടപടി വേണമെന്നാണ് ആവശ്യം. കളമശ്ശേരി നഗരസഭയിലെ 43-ാം വാർഡിൽ ശക്തമായ പോരാട്ടമാണ് നടന്നത്. എന്നാൽ വിജയത്തിന് പിന്നാലെ നടന്ന ആഘോഷങ്ങൾ അതിര് വിട്ടുവെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ഭരണാധികാരിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയ ശേഷം മാത്രമേ സത്യപ്രതിജ്ഞ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. UDF ക്യാമ്പ് ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ്. സ്വാഭാവികമായ ആഘോഷങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായി വളച്ചൊടുക്കുകയാണെന്നാണ് അവരുടെ വാദം. എന്നാൽ ദൃശ്യങ്ങൾ തെളിവായി ഉള്ളതിനാൽ റിയാസിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിയമവിദഗ്ധരുമായി പ്രസാദ് ആലോചനകൾ തുടരുകയാണ്. കളമശ്ശേരി നഗരസഭയിൽ UDFന് ഭരണം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഓരോ സീറ്റും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാദം രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം നേടുന്നു. SC/ST കമ്മീഷനും വിഷയത്തിൽ ഇടപെടണമെന്ന് പ്രസാദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാതീയമായ അവഹേളനം നടന്നുവെന്ന ആരോപണം ഗൗരവകരമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ നാട്ടുകാർക്കിടയിലും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ജനാധിപത്യ പ്രക്രിയയെ കളിയാക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉടൻ നടക്കാനിരിക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർണായകമാകും. റിയാസിന് അനുകൂലമായ നിലപാടാണോ കമ്മീഷൻ സ്വീകരിക്കുക എന്ന് കാത്തിരുന്ന് കാണണം. പ്രസാദിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം ലഭിച്ചേക്കും. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ നഗരസഭാ പരിസരത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. നഗരസഭാ ഭരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം നിയമക്കുരുക്കുകൾ ഉണ്ടാകുന്നത് ഭരണസമിതിക്ക് തലവേദനയാകും.